ഇടുക്കി മണ്ഡലത്തിൽ തികഞ്ഞ ആത്മവിശ്വാസവുമായി ബി.ജെ.പി. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രവർത്തനത്തിലും പ്രചരണത്തിലും ഗൃഹസമ്പർക്കത്തിലും മുന്നണികൾക്കൊപ്പം എത്താൻ ആയതാണ് ബി.ജെ.പിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചത്. മുൻകാല തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് പ്രവർത്തനത്തിലും പ്രചരണത്തിലും ഗൃഹസമ്പർക്കത്തിലും ഒരേപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇക്കുറി ഇടുക്കിയിലെ ബി.ജെ.പി. നേതൃത്വം. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്കൊപ്പം തന്നെ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനായതും ശ്രദ്ധേയമായി. ഇടുക്കിയിലെ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളിൽ ആദ്യം പ്രഖ്യാപിച്ച പേരും ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടേതായിരുന്നു. ബി.ജെ.പി. ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനും കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകനുമായ സാബു വർഗീസ് സ്ഥാനാർത്ഥിയായി എത്തും മുമ്പ് തന്നെ ഇടുക്കിയിലെ പ്രവർത്തനം പാർട്ടി പ്രവർത്തകർ ആരംഭിച്ചിരുന്നു. 3 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയത്. ആദ്യഘട്ടം എന്ന നിലയിൽ മണ്ഡലത്തിലെ പാർട്ടി സംവിധാനങ്ങളെ ശക്തമാക്കുന്നതിനും പ്രധാന പ്രവർത്തകരെയും മണ്ഡലത്തിലെ മറ്റു പ്രമുഖരെയും സാമൂഹിക സാംസ്കാരിക സാമുദായിക നേതാക്കളെയും നേരിൽ കണ്ട് പിന്തുണ നേടുന്നതിനുമാണ് മുൻഗണന നൽകിയത്. രണ്ടാം ഘട്ടം എന്ന നിലയിൽ എല്ലാ മണ്ഡലത്തിലെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും പൊതുപര്യടന സമയത്ത് എത്തിപ്പെടുവാൻ ബുദ്ധിമുട്ടുള്ള ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ, കോളനികൾ, ആദിവാസി ഊരുകൾ, പ്രമുഖ തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് രൂപം നൽകിയത്. ഈ ഘട്ടത്തിൽ കൂടുതലായും ചെറു പൊതുയോഗങ്ങളും കുടുംബ കൂട്ടായ്മകളും പ്രവർത്തക യോഗങ്ങളുമാണ് നടന്നത്. പരമാവധി ഒരു മണ്ഡലത്തിൽ 2 ദിവസം എന്ന ക്രമത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തിയിരുന്നു. ഇതിൽ തന്നെ ഒരു ദിവസം നോമിനേഷനായും നീക്കിവച്ചു. കൊക്കിയാർ ഗ്രാമപഞ്ചായത്തിലെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ സണ്ണിയും കൊക്കിയാർ ഗ്രാമപഞ്ചായത്ത് അംഗവും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ ധർമ്മിഷ്ഠനും പഞ്ചായത്ത് അംഗത്വം രാജിവെച്ച് 100 കണക്കിന് CPM പ്രവർത്തകരോടും അനുഭാവികളോടുമൊപ്പം പാർട്ടി വിട്ട് ബി.ജെ.പിയിൽ ചേരുന്ന ചടങ്ങിലൂടെയാണ് സാബു വർഗീസിന്റെ ഇടുക്കി ജില്ലയിലെ വിപുലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് വി. മുരളീധരൻ പങ്കെടുത്ത ചടങ്ങിന് മുന്നോടിയായി വൻപിച്ച റാലിയും സംഘടിപ്പിച്ചിരുന്നു. പൊതുവായ പര്യടന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് മാർച്ച് 29-ന് മൂവാറ്റുപുഴയിൽ നിന്നുമാണ്. 11 ദിവസമാണ് പൊതുപര്യടനത്തിനായി നീക്കിവച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ചതും അല്ലാത്തതുമായ നിരവധി കേന്ദ്രങ്ങളാണ് ഓരോ ദിവസവും പിന്നിട്ടത്. 11 ദിവസങ്ങൾ കൊണ്ട് 1000-ലധികം കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. എല്ലാ കേന്ദ്രങ്ങളിലും നല്ല ജനപങ്കാളിത്തവും സ്വീകരണങ്ങളുമാണ് ലഭിച്ചത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. ഏപ്രിൽ 3-ന് തൊടുപുഴയിൽ നടന്ന റോഡ് ഷോയും ബി.ജെ.പി. അഖിലേന്ത്യാ സെക്രട്ടറി P.K. കൃഷ്ണദാസ് പങ്കെടുത്ത പൊതുയോഗവും പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതായിരുന്നു. റോഡ് ഷോ പ്രവർത്തന പങ്കാളിത്തം കൊണ്ടും അച്ചടക്കം കൊണ്ടും ശ്രദ്ധേയമായി. കടുത്ത വേനൽ ചൂടിലും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അണിനിരന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 3 മുന്നണികളും തൊടുപുഴയിൽ സംഘടിപ്പിച്ചതിൽ ഏറ്റവും വലിയ പരിപാടിയും ബി.ജെ.പിയുടെ റോഡ് ഷോയാണെന്ന് ബി.ജെ.പി. അവകാശപ്പെടുന്നു. ഇത്തരം പ്രചരണ പരിപാടികൾക്കൊപ്പം തന്നെ കുടുംബയോഗങ്ങൾക്കും ഗൃഹസമ്പർക്കത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനും ഇക്കുറി ബി.ജെ.പി. ശ്രദ്ധിച്ചിരുന്നു. ഗൃഹസമ്പർക്ക പരിപാടികൾക്കുള്ള ഗ്രൂപ്പുകളെ നിശ്ചയിക്കുന്നതിനും ബൂത്ത് തല പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിനുമായി എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും നിശാ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് പ്രവർത്തകരെ സജ്ജമാക്കിയിരുന്നു. കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മണ്ഡലം തലത്തിൽ നേതൃത്വം നൽകുന്ന പ്രവർത്തകർക്കായി സംസ്ഥാന തലത്തിൽ തന്നെ ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചിരുന്നു. എല്ലാ തലത്തിലും പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കായി വ്യക്തമായ പരിശീലനവും മാർഗനിർദ്ദേശവും ലഭിച്ചതിനാൽ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെയാണ് ഇക്കുറി മണ്ഡലത്തിൽ ബി.ജെ.പി. കാഴ്ചവെച്ചത്. കലാശക്കൊട്ടിലും ബി.ജെ.പിയുടെ ശക്തമായ സാന്നിധ്യവും ഊർജ്ജസ്വലമായ പ്രവർത്തനവും ദൃശ്യമായിരുന്നു. ബി.ജെ.പി. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് P.A. വേലിക്കുട്ടൻ, ജനറൽ കൺവീനറും ബിനു J. കൈമൾ, G. കൃഷ്ണൻകുട്ടി, P.P. ചന്ദ്രശേഖരൻ, P.R. വിനോദ്, K.S. സജി, J. ജയകുമാർ, K.V. ജോസഫ്, V.V. വിനോദ്, സന്തോഷ് അറയ്ക്കൽ, ദിലീപ് മൂവാറ്റുപുഴ, സന്തോഷ് കോതമംഗലം എന്നിവർ സബ് കമ്മിറ്റികളുടെ കൺവീനർമാരുമായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ഇടുക്കി മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇക്കുറി ഇടുക്കിയിൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടുക്കിയിലെ ബി.ജെ.പി. നേതൃത്വവും സ്ഥാനാർത്ഥിയും.